നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. വോട്ടെടുപ്പിന് ശേഷം കണക്കുകൂട്ടലിൽ മുന്നണികൾ. തുടർഭരണ പ്രതീക്ഷയിൽ LDF 100 സീറ്റ് കിട്ടുമെന്ന വിലയിരുത്തലിൽ UDF. 3 സീറ്റിലെങ്കിലും വിജയം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ NDA. പുനലൂരിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറവ് പോളിംഗ് രേഖപ്പെടുത്തി. 70.99% പോളിംഗ്. ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രധാന പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. പുനലൂരിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അമ്മയും മകനുമാണ് 1ഉം 2ഉം പ്രതികൾ. അമ്മയെ പിടികൂടിയിട്ടും പ്രധാന പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത് പ്രതിഷേധത്തിന് കാരണമാകും. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. ആശങ്കയിൽ പ്രദേശവാസികൾ. അഞ്ചൽ ഫോറസ്റ്റ് പരിധിയിലാണ് കാട്ടുപോത്തിറങ്ങിയത്. വിശദമായ വാർത്തകളിലേക്ക്. വോട്ടെടുപ്പിന് ശേഷം കണക്കുകൂട്ടലിൽ മുന്നണികൾ. 1987 ശേഷം ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നതോടെ മുന്നണികളുടെയും ചങ്കിടിപ്പേറി. തുടർഭരണ പ്രതീക്ഷയിലാണ് LDF. UDF തരംഗമുണ്ടായാൽ 100 സീറ്റ് കിട്ടുമെന്നാണ് UDF ക്യാമ്പുകളുടെ വിലയിരുത്തൽ. 3 സീറ്റിലെങ്കിലും വിജയം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് NDA. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി വിധിയറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം. മെയ് 4-നാണ് വോട്ടെണ്ണൽ. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് മുന്നണികളുടെ ചങ്കിടിപ്പേറ്റുകയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 78.27% സംസ്ഥാനത്തെ പോളിംഗ്. കോഴിക്കോടും പാലക്കാടുമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. 1987 ശേഷമുള്ള ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണത്തേത്. LDF ഭരണ തുടർച്ച പ്രതീക്ഷിക്കുമ്പോൾ 80 സീറ്റിലധികം ഉറപ്പാണെന്നാണ് UDF ക്യാമ്പ് വ്യക്തമാക്കുന്നത്. ഭരണവിരുദ്ധ തരംഗമാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതെങ്കിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്നും UDF വിലയിരുത്തുന്നു. തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ കഴിഞ്ഞ തവണത്തെ നേട്ടം ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് LDF കരുതുന്നത്. ചുരുങ്ങിയത് 3 സീറ്റിലെങ്കിലും ജയിക്കാനാകുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. കടുത്ത മത്സരം നടന്ന മലബാറിലെ പല മണ്ഡലങ്ങളിലും ഇക്കുറി കനത്ത പോളിംഗാണ് നടന്നത്. വടക്കുള്ള പല ജില്ലകളിലെയും പോളിംഗ് സംസ്ഥാന ശരാശരിക്ക് മുകളിലാണ്. SIR-ന് ശേഷമുള്ള ആദ്യ ബലപരീക്ഷണം മലബാറിൽ ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലും കണക്കുകൂട്ടലിലുമാണ് മുന്നണികൾ. ആലപ്പുഴ ജില്ലയിലും കനത്ത പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ചേർത്തലയിലാണ്. ഏറ്റവും കുറവ് മാവേലിക്കരയിലും. കൊല്ലം ജില്ലയിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പുനലൂരിലാണ്. എന്തായാലും മുന്നണികൾ കണക്കുകൂട്ടലുകൾ തുടരുകയാണ്. ഈ കണക്കുകൂട്ടലുകൾ മെയ് 4-ന് ഫലം വരുന്നതുവരെ തുടരും. ന്യൂസ് ഡെസ്ക്. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു. ഏരൂർ നടുക്കുന്നുംപുറം സ്വദേശിനി ചിഞ്ചുവാണ് മരിച്ചത്. ഇവരുടെ ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു. ചിറക്കര ബ്ലോക്ക് മരം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ചിറക്കര ബ്ലോക്ക് മരം ജംഗ്ഷന് സമീപമായിരുന്നു വാഹനാപകടം. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതിയാണ് മരിച്ചത്. ഇവരുടെ ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു. ഏരൂർ നടുക്കുന്നുംപുറം കൊച്ചുപോളച്ചിറ വീട്ടിൽ 34-കാരിയായ ചിഞ്ചുവാണ് മരിച്ചത്. സ്കൂട്ടറിൽ വരികയായിരുന്ന ദമ്പതികളെ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ചിഞ്ചുവിന്റെ ഭർത്താവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂരിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറവ് പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. 70.99% ഇത്തവണത്തെ പോളിംഗ്. കൊല്ലം ജില്ലയിലെ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനമാണിത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച ഇത്തവണ പുനലൂരിൽ വോട്ട് ശതമാനം കുറവാണ്. 70.99% പേരാണ് ഇക്കുറി സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. കൊല്ലം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമാണിത്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 72.45% മണ്ഡലത്തിലെ വോട്ട് നില. മറ്റിടങ്ങളിൽ പോളിംഗ് കൂടിയപ്പോൾ പുനലൂരിൽ വോട്ട് നില കുറഞ്ഞത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ മണ്ഡലത്തിലെ മിക്ക ബൂത്തുകളിലും കാര്യമായ വോട്ടിംഗ് നടന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ചൂടനുഭവപ്പെടുന്ന മണ്ഡലമായതിനാൽ വെയിൽ ഉറയ്ക്കും മുമ്പ് വോട്ട് ചെയ്യാനെത്തിയവരായിരുന്നു കൂടുതലും. 34.6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യാഴാഴ്ച പുനലൂരിൽ രേഖപ്പെടുത്തിയ ചൂട്. മണ്ഡലത്തിലെ 220 ബൂത്തുകളിലുമായി രാവിലെ 9 മണിയോടെ 17.94% പേർ വോട്ട് രേഖപ്പെടുത്തി. 11 മണിയോടെ ഇത് 36.49% ഉയർന്നു. ഉച്ചയായതോടെ തിരക്ക് കുറഞ്ഞെങ്കിലും 1 മണിയോടെ വോട്ടിംഗ് ശതമാനം 47.51%. 3 മണിയോടെ 58.42 വെയിൽ മങ്ങിയ ശേഷം മിക്ക ബൂത്തിലും വീണ്ടും തിരക്കായി. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പുനലൂർ പേപ്പർ മിൽ ടോക്ക് എച്ച് സ്കൂളിലെ 106 നമ്പർ ബൂത്തിൽ ഉൾപ്പെടെ ഏതാനുമിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതൊഴിച്ചാൽ കാര്യമായ തടസ്സങ്ങളൊന്നുമില്ലാതെയാണ് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചത്. ബൂത്ത് പരിസരത്ത് വോട്ട് പിടിച്ചെന്നാരോപിച്ച പുനലൂർ വിളക്കുവട്ടത്ത് സർക്കാർ LP സ്കൂളിലെ ബൂത്തിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായതൊഴിച്ചാൽ മറ്റെങ്ങും കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെരഞ്ഞെടുപ്പ് ദിവസം ഹരിതകർമ്മ സേനാംഗങ്ങളെ പോലീസ് വിരട്ടിയോട്ടിച്ചതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് താമരകുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രതിഷേധിച്ചു. സംഭവത്തിൽ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്ന് ഇവർ പറഞ്ഞു. താമരകുളം കണ്ണനാകുഴി ഗവൺമെന്റ് LP സ്കൂളിൽ ഉൾപ്പെടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഹരിതകർമ്മ സേനാ പ്രവർത്തകരെയാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പോലീസ് വിരട്ടിയോടിച്ചത്. താമരകുളം ഗ്രാമപഞ്ചായത്തിലെ 26ഓളം പേരെയാണ് കണ്ണനാകുഴി വാർഡിലെ 3 ബൂത്തുകളിലായി നിയോഗിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മുതൽ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ജോലികളിൽ വ്യാപൃതരായിരുന്നു. തങ്ങളെ ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചെന്ന് ഇവർ പറഞ്ഞപ്പോഴും അത് കേൾക്കാൻ പോലീസ് തയ്യാറായില്ലെന്നാണ് ഇവരുടെ പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പോലീസ് നീതി പാലിക്കുക, ഹരിതകർമ്മ സേനയ്ക്ക് നീതി ലഭിക്കുക. പോലീസിന്റെ നടപടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു. അംഗങ്ങളായ താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ 34 പേരെയും വിവിധ വാർഡുകളിൽ നിന്ന് അതാത് വാർഡുകളായത് വിവിധ വാർഡുകളിൽ ബൂത്തുകളിലേക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തത് ഇലക്ഷൻ കമ്മീഷന്റെയും കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഞങ്ങൾ വിവിധ ബൂത്തുകളിൽ തലേദിവസം മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ ബാലറ്റ് പേപ്പർ കൊണ്ടുപോകുന്നവരെ ഞങ്ങളവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് സർക്കുലറും ഉണ്ട്, ഞങ്ങൾക്ക് ഇതുണ്ട്, കത്തും ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞങ്ങൾ അവിടെ ചെന്നു. രാവിലെ തലേദിവസം ചെന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ 8 മണിക്ക് അതാത് ബൂത്തുകളിൽ ചെന്നു. എല്ലാരെയും കണ്ട് ഞങ്ങൾ അവിടെ മാറി പ്ലാസ്റ്റിക് എല്ലാം എടുത്ത് മാറ്റി വെച്ച് ഞങ്ങൾ മാറി ഒരിടത്ത് ഇരിക്കുമായിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് പോലീസുകാർ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി ഇട്ടിട്ടില്ല, നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ആക്ഷേപിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ബൂത്തുകളിൽ നിന്ന് ഇറങ്ങി വിട്ടു. ഞങ്ങളുടെ കൂടെ നിന്ന മറ്റ് സഹപ്രവർത്തകർക്കും അതാത് ബൂത്തുകളിൽ നിന്ന് ആക്ഷേപമല്ല, അതായത് കൂടെ വോട്ടർമാരുടെ മുന്നേ വെച്ച് അവർക്ക് ആക്ഷേപമായിട്ടാണ് കേട്ടത്. നാളെ സമയം നമ്മൾ എല്ലാ വാർഡുകളിലും പോയി അവരുടെ മുന്നേ കൈനീട്ടും എല്ലാം ചെയ്യുന്നതാ. പക്ഷെ ഈ പ്രാവശ്യം അവരുടെ മുന്നേ പോയി നമ്മളെ ഒരു വേണ്ടാന്നുള്ള രീതിക്കാണ് പോലീസുകാർ ഞങ്ങൾ ആക്ഷേപിച്ചത്. അതിനെതിരെ പോലീസുകാർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ എന്ന് പറഞ്ഞു. ഹരിതകർമ്മ സേന ഇനി ഇതിൽ ആക്ഷേപിക്കില്ല. ഇത് 1, 2, 3, 4 വട്ടമായി. ഇനി ഇത് നിർത്തലാക്കാൻ വേണ്ടുന്ന നടപടി എടുക്കുക. അതുപോലെ ഞങ്ങളോട് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങളത് കേട്ടേനെ. ഇതല്ലേ ഇറങ്ങിപ്പോ നിന്നെയൊക്കെ ആരാ ഡ്യൂട്ടിക്ക് ഇട്ടിരുന്നത്? പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങണം. ഞങ്ങൾക്ക് 1 സെക്കൻഡ് പോലും സമയം, ഞങ്ങളുടെ ബാഗ് എടുക്കാൻ പോലും സമയം തരാതെ ഞങ്ങളുടെ നേരെ ചാടിയാ വന്നത്. അന്ന് വോട്ടർമാർ മൊത്തം കൂടി എന്നിട്ട് ഒരാൾ വന്നേച്ച് പറഞ്ഞ് അവരെ എന്തോ കാര്യത്തിന് ഇറക്കി വിടുന്നത് നിങ്ങളെന്നും പറഞ്ഞ് അദ്ദേഹത്തോട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ആ മനുഷ്യൻ. വീഡിയോ ഈ 3 പേരുടെയും ഞങ്ങൾ 4 പേരാണ് നിന്ന്. അത് ഒരുത്തി രാവിലെ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളാരും ഇവിടെ ഇരിക്കണ്ട, പ്രശ്നം ഉണ്ടാവെന്ന് പറഞ്ഞ് സുജാത എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളാ. അപ്പൊ ആ പുള്ളി ഇനി പോകുന്ന 9 മണിയായപ്പോ പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുക, ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഈ 10-10:30 നമ്മളോട് ഇതുപോലെ വന്ന് മര്യാദയില്ലാതെ അദ്ദേഹം സംസാരിച്ച് ഞങ്ങൾക്കത് പീഡനം പോലെ ആയിപ്പോയി. ഭയങ്കര പ്രശ്നമായിരുന്നത്. ഇവിടെ ഞങ്ങൾ പോയ 3 പേരും കരഞ്ഞോണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.
കേരള ലൈബ്രറി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലാണ് ഈ മാസം 12-ന് കരുനാഗപ്പള്ളി KC സെന്ററിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ലൈബ്രറികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അവ ഇതര ഗ്രന്ഥശാലകൾക്ക് മാതൃകയാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്ത് ശ്രദ്ധേയമായ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ നടത്തിയ ലൈബ്രറികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അവ ഇതര ഗ്രന്ഥശാലകൾക്ക് മാതൃകയാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തെമ്പാടുമുള്ള ഗ്രന്ഥശാലകളുടെ കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് കേരള ലൈബ്രറി കോൺക്ലേവ് 2026 സംഘടിപ്പിക്കുന്നത്. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 12-ന് രാവിലെ മുതൽ തെരഞ്ഞെടുക്കപ്പെട്ട 300 പ്രതിനിധികളാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. KC സെന്ററിൽ ആണ് പരിപാടി. ഇവിടെ ഒത്തുചേർന്ന് വിഷൻ 2026 ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും. പുതിയ കാലത്തിന്റെ ഡിജിറ്റൽ സാങ്കേതിക സാധ്യതകൾ ഗ്രന്ഥശാലകളിൽ നടപ്പിലാക്കാനും പുസ്തക വിതരണത്തിലും പ്രവർത്തന പരിപാടികളിലും ഉൾപ്പെടെ ഇത് പ്രയോജനപ്പെടുത്താനും സമ്മിറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. ഈ പ്രവർത്തന വർഷം 1000 മതേതര പൊതു ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടും. യുവതയുടെ ബാലവേദി കൂട്ടായ്മയും മുതിർന്നവരുടെ സംഗമങ്ങളും ഓരോ ഗ്രന്ഥശാലകളിലും രൂപീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പുതിയ തലമുറയെ ഗ്രന്ഥശാലയിൽ സജീവമാക്കുന്നതിനുള്ള ജെൻസി കിഡ്സ് ആൻഡ് ഈസി റീഡ് എന്ന ആശയം ഈ വർഷം എല്ലാ ഗ്രന്ഥശാലകളിലും നടപ്പാക്കും. അതിജീവനത്തിൻ്റെ പെൺവായന, വീട്ടക വായനാ സദസ്സുകൾ, വായനാ വസന്തം തുടങ്ങി കരുനാഗപ്പള്ളി താലൂക്കിൻ്റെ സാർവത്രികമായി ശ്രദ്ധിക്കപ്പെട്ട പരിപാടികൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ എല്ലാ ഗ്രന്ഥശാലകളും പഞ്ചായത്ത് നേതൃസമിതികളും നടപ്പിലാക്കുമെന്നും ഭാരവാഹികളായ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, സെക്രട്ടറി V. വിജയകുമാർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം VP ജയപ്രകാശ് മേനോൻ എന്നിവർ അറിയിച്ചു. വ്യത്യസ്തങ്ങളായ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ പങ്കുവെക്കുവാനായി ഒരു കേരള ലൈബ്രറി കോൺക്ലേവ്, 2 ഡിജിറ്റൽ സാധ്യതകൾ എല്ലാ ലൈബ്രറികളിലും എത്തിക്കാൻ ഉള്ളൊരു പദ്ധതി, 3 പുതിയ തലമുറയിലെ കുട്ടികളെ വായനശാലയിലേക്ക് എത്തിക്കാൻ ജെൻസി കിഡ്സ് ആൻഡ് ഈസി റീഡ്, ഈ 3 പദ്ധതികളാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ വിജയകരമായി നടപ്പാക്കി വരുന്ന അതിജീവനത്തിൻ്റെ പെൺവായന, വീട്ടക വായനാ സദസ്സുകൾ, വായനാ വസന്തം തുടങ്ങിയ പരിപാടികൾ തുടരുകയും ചെയ്യും. 12-ാം തീയതി രാവിലെ ഒരു സ്വാഗത നൃത്തത്തോടെയാണ് പരിപാടി ആരംഭിക്കുന്നത്. തുടർന്ന് ആദ്യ ഉദ്ഘാടന സെഷൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധൂർ പങ്കെടുക്കും. തുടർന്ന് പുതിയ തലമുറ എന്താണ് വായിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു സംവാദം, ഡിജിറ്റൽ സാധ്യതകളെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഷോ, കേരളത്തിലെ വ്യത്യസ്തങ്ങളായ 2 ലൈബ്രറികളുടെ പ്രവർത്തനങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ഗ്രന്ഥശാല പ്രവർത്തനങ്ങളുടെ വേറിട്ട മാതൃകകൾ, ഉച്ചയ്ക്ക് ശേഷം കഥകൾ അതിസാദരം മലയാളത്തിൽ അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റും നോവലിസ്റ്റുമായ വിനോദ് കൃഷ്ണയും ജില്ലാ പഞ്ചായത്ത് അംഗം ദീപാ ചന്ദ്രനും പങ്കെടുക്കുന്ന കഥകൾ അതിസാദരം എന്ന പരിപാടി. ഇനി അടുത്ത വർഷത്തേക്ക് നമ്മൾ ഏറ്റെടുക്കുന്ന പ്രോഗ്രാമിൻ്റെ ഒരു തുടക്കം എന്ന തരത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിനും ഇപ്പോഴത്തെ ഇന്ത്യക്കും ഒരു മാതൃകയാകുന്ന തരത്തിലേക്ക് താലൂക്ക് ലൈബ്രറി കൗൺസിൽ മാറിയിട്ടുണ്ട്. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൻ്റെ മുഖ്യ സംഘാടനത്തിൽ ഈ താലൂക്കിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള V. വിജയകുമാർ മുഖ്യ സംഘാടകനായി മാറുന്ന തരത്തിലേക്ക് ഈ താലൂക്കിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും പുസ്തക കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറം ഒരു ഗ്രന്ഥശാലയ്ക്ക് സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോ തലമുറയിലെയും രൂപപ്പെടുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രധാന പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. പുനലൂരിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അമ്മയും മകനുമാണ് 1ഉം 2ഉം പ്രതികൾ. അമ്മയെ പിടികൂടിയിട്ടും പ്രധാന പ്രതിയായ ചിക്കുരാജിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് ആക്ഷേപമുണ്ട്. പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ 1-ാം പ്രതിയായ ചിക്കുരാജിന്റെ അമ്മയും 2-ാം പ്രതിയുമായ മിനിയെ പിടികൂടിയിട്ടും 1-ാം പ്രതിയായ ചിക്കുരാജിനെ കണ്ടെത്താനാവാത്തതിൽ പോലീസിനെതിരെ വിമർശനം ഉയരുകയാണ്. പീഡന വിവരം പുറത്തെറിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും മണിയാർ എരിച്ചിക്കൽ സ്വദേശിയായ 31-കാരൻ ചിക്കുരാജിനെ പിടികൂടാൻ പുനലൂർ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ അനാസ്ഥയാണെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കേസിലെ 2-ാം പ്രതിയും പീഡനത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്ത മിനിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഇവർ പിന്നീട് ജാമ്യത്തിലിറങ്ങി. പീഡന വിവരം അറിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിയതും ഇവരായിരുന്നു. എന്നാൽ കേസിലെ പ്രധാന പ്രതി ഇപ്പോഴും സുരക്ഷിതമായി ഒളിവിൽ കഴിയുന്നത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയാണെന്നാണ്
നാട്ടുകാരുടെ ആരോപണം. മിനിയുടെ മകൻ ചിക്കുരാജ് പെൺകുട്ടിയെ സ്വന്തം വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നതാണ് കേസ്. സ്കൂൾ അധികൃതർ നടത്തിയ കൗൺസിലിംഗിലൂടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. പ്രതികൾക്കെതിരെ പോക്സോ, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം എന്നിവ ചുമത്തിയിട്ടും അന്വേഷണം മന്ദഗതിയിലാണ്. പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണമെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടിട്ടും ചിക്കുരാജിനെ കണ്ടെത്താനാവാത്തത് പോലീസിന്റെ കാര്യക്ഷമതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായി മാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സൂര്യകാന്തി പാടം തേടി ഇനി അതിർത്തി കടക്കേണ്ട. കാഴ്ചക്കാരുടെ മനം കവർന്ന് വേനലിൽ സൂര്യകാന്തി പൂക്കൾ ഉല്ലസിച്ച് നിൽക്കുന്നത് തഴവയിലാണ്. മലയാളിയുടെ മനസ്സിൽ തൊട്ടെടുത്ത മനോഹരമായ ഫ്രെയിമുകളിലൊന്നാണ് സൂര്യകാന്തി പാടം. സുവർണ്ണ നിറമുള്ള പൂക്കളുടെ തിളങ്ങുന്ന കാഴ്ചയിലേക്ക് പോകാം. മലയാളികളുടെ മനസ്സിന്റെ മനോഹരമായ ഫ്രെയിമുകളിലൊന്നാണ് സൂര്യകാന്തി പൂക്കൾ. അതുകൊണ്ട് തന്നെ ആ സൗന്ദര്യത്തെ തേടി പലപ്പോഴും മലയാളികൾ അതിർത്തി കടന്ന് പോവുക തന്നെ ചെയ്യും. മലയാളിയുടെ അവധിക്കാല കാഴ്ചയെ മനോഹരമാക്കുന്ന ഒന്നായി സൂര്യകാന്തി പാടങ്ങൾ മാറിയിട്ടുണ്ട്. എന്നാൽ ഇനി സൂര്യകാന്തി പാടം തേടി അതിർത്തി കടന്നു പോകേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ തന്നെ സൂര്യകാന്തി പൂക്കൾ വിടർന്ന് ഉല്ലസിച്ചു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയുണ്ട്. കരുനാഗപ്പള്ളി താലൂക്കിലെ തഴവയിലാണ് മനസ്സിന് ഉല്ലാസം നൽകി സൂര്യകാന്തി പൂക്കൾ സൂര്യനെ പ്രണയിച്ചു നിൽക്കുന്നത്. തഴവ കുതിരപ്പന്തി മടത്തിൽ സ്കൂളിന് സമീപം കുറുങ്ങപ്പള്ളി കുന്നിൽ വീട്ടിൽ അംബുജൻ ടീച്ചറിന്റെ ഉടമസ്ഥതയിലുള്ള വയലിലാണ് സമീപവാസിയായ കൊല്ലക തറയിൽ സഹദേവൻ എന്ന കർഷകൻ സൂര്യകാന്തി പാടം തന്നെ സൃഷ്ടിച്ചെടുത്തത്. ഞാൻ കൃഷി ചെയ്ത ഒരാളാണ്. ഞാൻ ട്രാക്ടറിൻ്റെ സാധനം സ്പെയർ മേടിക്കാനായിട്ട് തിരുനെൽവേലി പോയപ്പോൾ അവിടുന്ന് മേടിച്ച വിത്താണിത്. ഇതും 1 ഏക്കറിനടുത്ത് സ്ഥലമുണ്ട്, കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും കൃഷി ചെയ്യാറുണ്ട്. ഇനി ഓണത്തിനൊക്കെ അടുത്ത കൃഷി ഇറക്കുന്നതായിരിക്കും. ഇപ്പൊ ഈ നാട്ടിലെ പിള്ളേർ സെറ്റ് നാട്ടുകാരെല്ലാം വരുന്നതിനുള്ള സന്തോഷം നാട്ടുകാർക്കും നമുക്കും എല്ലാം സന്തോഷം തന്നെ. ആരോടും ഒന്നും ഫീസൊന്നും ഈടാക്കുന്നില്ല. ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നില്ല. ഈ നിലമെന്ന് പറഞ്ഞാൽ കുഞ്ഞില അംബുജൻ സാറിൻ്റെയാണ്. അത് എല്ലാ വർഷവും എനിക്ക് കൃഷി ചെയ്യാൻ തരുന്നതാണ്. ട്രാക്ടർ ഓടിച്ച് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന സഹദേവൻ ട്രാക്ടറിന്റെ സ്പെയർ പാർട്സുകൾ വാങ്ങാനായി തിരുനെൽവേലിയിലെത്തിയപ്പോഴാണ് സൂര്യകാന്തി പൂക്കളുടെ വിത്തുകൾ കാണുന്നത്. അവിടെ നിന്നും സൂര്യകാന്തി വിത്തുകൾ കൊണ്ടുവന്ന പാടത്ത് വിതയ്ക്കുകയായിരുന്നു. ഇന്നാകട്ടെ മുഴുവൻ ആളുകളുടെയും മനസ്സ് നിറച്ച് ഇവിടെ സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ടാണ് ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ അടുത്ത് തന്നെ ഈ ഒരു പ്രദേശത്ത് ഇത്രയും ഭംഗിയായിട്ട് കാണുന്നത്. വരുന്നവരായാലും ഇതിനെ നശിപ്പിക്കരുത്, ഭംഗി കാത്തു സൂക്ഷിക്കണം. എല്ലാവർക്കും ഇതിനുള്ള അവസരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ വരുന്നവർ വേണം ഇതിന് മുന്നൊരുക്കം ചെയ്യേണ്ടത്. ഇപ്പോൾ സഹദേവന്റെ സൂര്യകാന്തി പാടങ്ങളിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. നിരവധി പേർ ഫോട്ടോഷൂട്ടിന് ഉൾപ്പെടെ ഇവിടെ എത്തുന്നു. തദ്ദേശീയരായ സഞ്ചാരികളെ ആകർഷിക്കുന്ന സൂര്യകാന്തി പാടത്തിന്റെ മനോഹാരിത ഇനി നമുക്കും ആവോളം ആസ്വദിക്കാം. ന്യൂസ് ബ്യൂറോ, തഴവ. വിഷുവിന് 4 ദിവസം മാത്രം ശേഷിക്കെ കൃഷ്ണ വിഗ്രഹങ്ങൾ വാങ്ങാൻ തിരക്കേറുന്നു. വഴിയോരങ്ങളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിലും വൈറ്റ് സിമെന്റിലും നിർമ്മിച്ച കൃഷ്ണ വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായുണ്ട്. രാജസ്ഥാനിൽ നിന്നുള്ള സംഘങ്ങളാണ് കൃഷ്ണ വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ളത്. 350 മുതൽ 1500 രൂപ വരെയാണ് വില. വിഷുവിന് കണിയൊരുക്കണം. കണിയൊരുക്കണമെങ്കിൽ കൃഷ്ണവിഗ്രഹവും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ വിഷുവിന് കൃഷ്ണവിഗ്രഹങ്ങൾ തേടി പലപ്പോഴും പലരും പരക്കം പായാറുണ്ട്. നമ്മുടെ തെരുവോരങ്ങളിൽ ഇപ്പോൾ കൃഷ്ണവിഗ്രഹങ്ങളുടെ വിൽപ്പനക്കാലമാണ്. പല നിറങ്ങളിലും പല വലിപ്പത്തിലുമുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ തെരുവോരങ്ങളിൽ വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള സംഘങ്ങളാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിലും വൈറ്റ് സിമെന്റിലും നിർമ്മിച്ച കൃഷ്ണവിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. 350 മുതൽ 1500 രൂപ വരെയാണ് ഇവയുടെ വില. ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് വിഗ്രഹങ്ങൾ നിർമ്മിച്ച ശേഷം ഇവ ഉണക്കിയെടുത്ത് ചായം പൂശി തെരുവോരങ്ങളിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിക്കുകയാണ് പതിവ്. കഴിഞ്ഞ 20 വർഷങ്ങളായി ഇത്തരത്തിൽ രാജസ്ഥാനിൽ നിന്നും എത്തി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കൃഷ്ണവിഗ്രഹങ്ങൾ വിൽക്കുന്നയാളാണ് രാജസ്ഥാൻ സ്വദേശിയായ ഭരത് കുമാർ. വിഷു അടുക്കുന്ന ദിവസങ്ങളിൽ
വിൽപ്പന ഏറെ വർദ്ധിക്കുമെന്ന് ഇയാൾ പറയുന്നു. हम इधर धूप में बैठा रहना पड़ता है, बारिश में बैठा रहना पड़ता है, खाना अच्छा नहीं मिलता है, थोड़ा बहुत गंदा नहीं होता है, गंदी होते हैं. अभी विशु का टाइम है, 14 तारीख विशु है, अभी थोड़ा डिस्काउंट रेट में पड़ेगा. इधर करना पड़ेगा, इसको ही का पास आना एडजस्ट करके देगा. കൊല്ലം, എറണാകുളം, തൃശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഘങ്ങൾ കൂടുതലായും കൃഷ്ണവിഗ്രഹങ്ങൾ വിൽക്കുന്നത്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി, ചവറ, ശാസ്താംകോട്ട, കൊട്ടാരക്കര, കുണ്ടറ തുടങ്ങി വിവിധ സ്ഥലങ്ങളിലും വിൽപ്പന കേന്ദ്രങ്ങളുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വിവാഹശേഷം വോട്ട് ചെയ്യാനെത്തി വധു. ഇരവിപുരം വാളത്തുങ്കൽ സ്വദേശി ഫാത്തിമയാണ് വിവാഹശേഷം വരനൊപ്പം വിവാഹ വേഷത്തിൽ തന്നെ വോട്ട് ചെയ്യാനായി എത്തിയത്. ആക്കോലിൽ കമ്മ്യൂണിറ്റി ഹാളിലെ 135 നമ്പർ ബൂത്തിലായിരുന്നു ഫാത്തിമയുടെ വോട്ട്. ഇരവിപുരം കാവൽപുര മണിയൻപറമ്പിൽ സെയ്താലിയും വാളത്തുങ്കൽ ആക്കോലിച്ചേരി ഫാത്തിമ മൻസിലിൽ ഫാത്തിമയുടെയും വിവാഹം വോട്ടെടുപ്പ് ദിവസമായിരുന്നു. വിവാഹം കഴിഞ്ഞ് വരനോട് വധു ആവശ്യപ്പെട്ടത് വോട്ട് പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്നുമായിരുന്നു. നവവധുവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പിന്നെ ഒട്ടും സെയ്തലി അമാന്തിച്ചില്ല. പ്രിയതമയെയും കൂട്ടി നേരെ എത്തിയത് ആക്കോലിൽ പോളിംഗ് ബൂത്തിലേക്കാണ്. വിവാഹവേഷത്തിൽ തന്നെ ആക്കോലിൽ 135 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് പാഴാക്കി കളയാനുള്ളതല്ല എന്നാണ് ഫാത്തിമ പറയുന്നത്. ദിവസം തന്നെ ഒന്ന് ചെയ്തത്രേ ഉള്ളൂ. നിങ്ങളുടെ പേരെങ്ങനെ? എന്റെ പേര് ചെയ്തിരി, ഇവളുടെ പേര് ഫാത്തിമ. ആർക്കായിരുന്നു ഇവിടെ വോട്ട്? ഫാത്തിമക്കാണ് വോട്ട്. കല്യാണം കല്യാണം കഴിഞ്ഞ് നേരെ വന്നതാ. ഇനി പോയിട്ട് വേണം അടുത്ത പരിപാടി. എന്ത് തോന്നുന്നു ഈ ഒരു സന്തോഷം. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ദമ്പതികൾ വിവാഹത്തിന്റെ ബാക്കി ആഘോഷ പരിപാടികൾ നടക്കുന്ന വേദിയിലേക്ക് യാത്രയായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങിയതോടെ ആശങ്കയിൽ പ്രദേശവാസികൾ. അഞ്ചൽ ഫോറസ്റ്റ് പരിധിയിലാണ് കാട്ടുപോത്തിറങ്ങിയത്. ഡ്രോൺ ഉപയോഗിച്ച് കാട്ടുപോത്തിനെ കണ്ടെത്തി വനത്തിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. അഞ്ചൽ, അലയമൺ, ഇട്ടിവ, ഏരൂർ പഞ്ചായത്ത് മേഖലകളിലാണ് കാട്ടുപോത്തിന്റെ സാന്നിധ്യം നിലവിലുള്ളത്. ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിയ കാട്ടുപോത്തിനെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്തി തിരികെ വനത്തിലേക്ക് അയക്കാനുള്ള ശ്രമം വനപാലകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം അഞ്ചൽ ആനക്കുളം സ്വദേശികളായ ദമ്പതികൾ യാത്ര ചെയ്ത ബൈക്കിന് കുറുകെ ചാടിയ കാട്ടുപോത്തിന്റെ അക്രമത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റിരുന്നു. ഇതോടെ നാട്ടുകാർ പ്രതിഷേധം കടുപ്പിച്ചതോടെയാണ് വനപാലകർ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചത്. അഞ്ചൽ റേഞ്ച് ഓഫീസ് പരിധിയിലെ വിവിധ സെക്ഷൻ ഓഫീസിലെ വനപാലകരുടെയും അഞ്ചൽ റേഞ്ച് ഓഫീസർ ദിവ്യയുടെയും നേതൃത്വത്തിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തുകളെ വനത്തിലേക്ക് പായിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. കോട്ടയ്ക്കൽ ഗവൺമെന്റ് അഗ്രികൾച്ചറൽ ഫാമിലിറങ്ങിയ കാട്ടുപോത്ത് കൂട്ടത്തെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ നിന്നും കാട്ടുപോത്ത് കൂട്ടത്തെ വനമേഖലയിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ 100 പേരടങ്ങുന്ന ദൗത്യസംഘത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടെടുപ്പിന് ശേഷം കണക്കുകൂട്ടലിൽ മുന്നണികൾ. തുടർഭരണ പ്രതീക്ഷയിൽ LDF 100 സീറ്റ് കിട്ടുമെന്ന വിലയിരുത്തലിൽ UDF. 3 സീറ്റിലെങ്കിലും വിജയം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ NDA. പുനലൂരിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറവ് പോളിംഗ് രേഖപ്പെടുത്തി. 70.99% പോളിംഗ്. ദലിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രധാന പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. പുനലൂരിൽ പ്രായപൂർത്തിയാകാത്ത ദലിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അമ്മയും മകനുമാണ് 1ഉം 2ഉം പ്രതികൾ. അമ്മയെ പിടികൂടിയിട്ടും പ്രധാന പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത് പ്രതിഷേധത്തിന് കാരണമാകുന്നു. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. ആശങ്കയിൽ പ്രദേശവാസികൾ. അഞ്ചൽ ഫോറസ്റ്റ് പരിധിയിലാണ് കാട്ടുപോത്തിറങ്ങിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.